ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണൂർ വിമാനത്താവളത്തിൽ കണ്ടെത്തിയ വന്യജീവി സാന്നിധ്യം പുലിയെന്ന സംശയത്തിൽ വനം വകുപ്പും. നിലത്തെ കാൽപ്പാടും സമീപത്തെ മരത്തിൽ കോറിയിട്ട പാടുകളുമാണ് പുലിയെന്ന നിഗമനത്തിലേക്ക് വനം വകുപ്പിനെ എത്തിക്കുന്നത്. ഭക്ഷിച്ചതെന്ന് കരുതുന്ന നായയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ കാട് പിടിച്ച ഭാഗത്ത് വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ബുധനാഴ്ച രാത്രിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ രാത്രികാല പ്രത്യേക പരിശോധനയ്ക്കിടെയാണ് പുലിയെന്ന് സംശയിക്കുന്ന വന്യജീവിയെ വിമാനത്താവള 3-ാം ഗേറ്റ് പരിസരത്ത് കണ്ടത്. മൺതിട്ടയ്ക്ക് മുകളിൽ ഇരിക്കുന്ന നിലയിലാണ് വന്യജീവിയെ കണ്ടത്. ഉടൻ തന്നെ എയർപോർട്ട് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയിൽ വിമാനത്താവള ചുറ്റുമതിലിനുള്ളിൽ റൺവേക്ക് ഏകദേശം 300 മീറ്റർ മാറി 3-ാം ഗേറ്റിന് സമീപം റോഡരികിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാട് വനം വകുപ്പ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഉദ്ഘാടനം ചെയ്യാത്ത പ്രധാന കാർഗോ കോംപ്ലക്സിന് സമീപം റോഡരികിലെ കാട് പിടിച്ച പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നത് പരിശോധിച്ചപ്പോഴാണ് ഒരു മരത്തിനു താഴെ കൊന്നു ഭക്ഷിച്ചതെന്ന് കരുതുന്ന നായയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. ഈ മരത്തിന്റെ തൊട്ടടുത്തുള്ള 2 ശിഖരങ്ങളിൽ നഖം കൊണ്ട് കോറിയിട്ട പാടുകളുമുണ്ട്. നായയുടെ അവശിഷ്ടം ഭക്ഷിക്കാൻ എത്തുമെന്ന നിഗമനത്തിലാണ് ഇതിന് സമീപമായി 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. വനം വകുപ്പ് തോലമ്പ്ര സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KV വിനോദ് കുമാർ, ഉദ്യോഗസ്ഥരായ M സയന, VC വിബീഷ്, E ശോഭ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. കാൽപ്പാടും മരത്തിലെ കോറിയിട്ട പാടുകളുമാണ് പുലി തന്നെയാകാമെന്ന സംശയത്തിലേക്ക് വനം വകുപ്പിനെ എത്തിക്കുന്നത്. വിമാനത്താവളത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഇത്തരം ഭാഗങ്ങളിൽ കാട് പിടിച്ച് കുറുക്കൻ, കുറുനരി പോലുള്ള വന്യജീവികൾ ഇവിടെ ഉള്ളതായും പറയപ്പെടുന്നുണ്ട്. ഈ മാസം അവസാനത്തോടെ കാർഗോ കോംപ്ലക്സിൽ ഹജ്ജ് ക്യാമ്പ് ആരംഭിക്കേണ്ടതുണ്ട്. അതിന് മീറ്ററുകൾക്ക് അപ്പുറമാണ് വന്യജീവിയുടെ സാന്നിധ്യം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.